അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഷഹാന സുൽത്താന. എല്ലാവർക്കും അറിയുന്ന കേസാണ് ഷഹാന സുൽത്താനെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ വന്നിട്ടുള്ളതാണ്. അപ്പം ഷഹാന സുൽത്താന ഇന്ന് നമ്മളെ കൂടെ ഇല്ലാത്തത് വാഹിദ് കാരണമാണ്. വാഹിദ് അത്രയധികം വേദനിപ്പിച്ചു. 20 ദിവസം ജീവിച്ചത് ഒരു ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലുള്ള മറുപടി. കളറ് പോരാ, കറുപ്പ് ജാസ്തിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടി അത്രയും വേദനിച്ചിട്ട് നമ്മളെ കൂടെ ഇന്നില്ല, മരണപ്പെട്ടു. അപ്പം ഈ വാഹിദ് കാരണമാണ്. അതിന് വാഹിദിന് ഇങ്ങനെയുള്ള വാഹിദ് ഇനിയും ഉണ്ടാവാതിരിക്കണമെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം ഉമ്മ പറയാണ് 20 ദിവസമേ ജീവിച്ചിട്ടുള്ളൂ. 20 ദിവസം ജീവിച്ചത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞ് തീർത്തു. ഭാര്യ ഭർത്താവ് പവിത്രത, ആ ബന്ധത്തിൻ്റെ പവിത്രത അറിയാതെ സംസാരിച്ചു പോയി നമ്മുടെ ഉമ്മ. പറഞ്ഞു പോയതായിരിക്കാം. പിന്നെ ഏത് കുടുംബത്തിലും ഒരു ഏട്ടൻ്റെ ഭാര്യ ഉണ്ടാവും. ഏട്ടൻ്റെ ഭാര്യയ്ക്ക് നല്ല റോളാണ്. അപ്പം അവർ പറയാണ് തൂങ്ങി പിടിച്ച് നിൽക്കില്ല, ഞാനാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകും. അതും കൂടി ആ നീറുന്ന മനസ്സിൽ അതും കൂടി പറയാണ്. ഓളെ പോലെ ആ ഏട്ടൻ്റെ ഭാര്യനെ പോലെയുള്ള പെണ്ണാണ്, അതേപോലെ കയറുന്ന പെണ്ണാണ് അതും. അതൊന്നും മനസ്സിലാക്കാണ്ട് വേദനിപ്പിച്ചെങ്കിൽ പഠിച്ചോൻ കാണാതെ പോവില്ല. ഷാന മരിക്കാൻ കാരണം അത്രയും വേദനിച്ചിട്ടാണ്. അത് ഷാന ഒരു ഉമ്മാൻ്റെ നല്ല മോളായിട്ട് പഠിച്ച് വളരുന്ന കുട്ടീനെ പോയിട്ട് കണ്ട് ഇഷ്ടമായി. അവന് വാഹിദിന് കണ്ണ് കാഴ്ചയുള്ള ആളാണ്, കാഴ്ച ശക്തിയുള്ള ആൾ കണ്ടിട്ടാണ് കല്യാണം കഴിച്ച് 20 ദിവസം കൂടെ ജീവിച്ചിട്ട് കളറ് പോരാ, ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഈ ഡിഗ്രി പഠിച്ച് നമ്മുടെ മാത്സാണ് ഷാന. അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് ആർക്കും അറിയാം. ഗവൺമെൻറ് കോളേജിലാണ് ഷഹാന പഠിക്കുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ മീൻസ് സംസാരിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ആയിരിക്കാം. എന്താ വാഹിദ് കണ്ടിട്ടുള്ള അറിയില്ല. അപ്പം വാഹിദ് ഏതോ ലോകത്താണ്. ആരാ വിശ്വസിക്കുക ഷഹാനക്ക് ഇംഗ്ലീഷ് അറിയാത്തൊരു കുട്ടിയാണ്? എന്ത് മലയാളം മീഡിയം പഠിച്ചാലും അവൾ ഡിഗ്രി വരെ എത്തി. ഓക്കെ, എന്ത് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് വാഹിദ് പറയുന്നത്. എന്നാൽ പിന്നെ വാഹിദിന് കേരളത്തിന് പുറത്ത് നിന്ന് കുട്ടികളെ കൊണ്ടുവന്നാൽ പോരെ? എത്ര ഈസി ആയിട്ട് ആ വാഹിദിന് 150 പ്രാവശ്യം മറ്റും വിളിച്ചു, മെസ്സേജ് അയച്ചു, ഒന്ന് വിളിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ അറിയുമ്പോൾ നമ്മളെ മനസ്സിങ്ങനെ നീറുകയാണ്. അപ്പം എന്തായിരിക്കും വാഹിദ് പറഞ്ഞിട്ടോളെ വേദനിപ്പിച്ച ആ വാർത്ത? എന്തായാലും മരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ ആ കുട്ടി മനസ്സ് നീറിയിട്ട് ഈ ഒരു വാഹിദ് കാരണമാണ് ഇന്ന് ഷഹാന ഇല്ലാണ്ടായിട്ടുള്ളത്. പോയത് ആ ഉമ്മാക്കും ഉപ്പാക്കുമാണ്, മറ്റാർക്കും ഒരു നഷ്ടവും ഇല്ല. ഇല്ലാണ്ടായത് അവർക്കാണ് പോയത്. അപ്പം നമ്മൾ ഇപ്പം കൂടുതലും കണ്ടിട്ടുള്ളത് കുട്ടിക്ക് സത്യം പറഞ്ഞാൽ പെൺകുട്ടിക്ക് പേടിയുണ്ട്. ആ കുട്ടിക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല. എന്താ കാരണം? കിട്ടുന്നില്ല. എന്നിട്ടും അവർ പഠിക്കുന്നില്ല. കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുട്ടീനെ കിട്ടിയാൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാം വാഹിദല്ല, എല്ലാം വാഹിദിനെ പോലെയുള്ള ആളല്ല. നല്ല ആൾക്കാർ എത്രയോ ഉണ്ട്. പക്ഷേ ഈ നല്ല ആൾക്കാർക്കൊക്കെ ഒരു ബ്ലാക്ക് മാർക്കായിട്ടാണ് നമ്മുടെ വാഹിദ് വന്നിട്ടുള്ളത്. വാഹിദിനെ പോലെ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റിയ കുട്ടി, അങ്ങനെയുള്ള ആ കുട്ടീനെ കണ്ടെത്തി കല്യാണം കഴിക്കുക. ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യാണ്ടിരിക്കുക. പഠിച്ചോൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലാഹ് ഒരിക്കലും കൂടെ ഉണ്ടാവില്ല. ഷഹാന അത്രയും വേദനിച്ച് പോകാനുള്ള കാരണം നമ്മളെ വാഹിദ് തന്നെയാണ്. ഞാനും ഇന്നൊരു ഉമ്മയാണ്. അപ്പം നമ്മൾ തന്നെ പ്രസവിക്കണം എന്നില്ല. നമുക്ക് കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സ് അങ്ങേയറ്റം തളർന്നു പോകുന്ന വാർത്തയായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. ഞാനും കളർ കുറവാണ്, നിറത്തിലുള്ള ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഓമന പേരുണ്ട്, കരിമ്പി കാക്കച്ചി. അതുകൊണ്ടായിരിക്കും എനിക്ക് ഷഹാനിൻ്റെ കേസ് നല്ല വിഷമമുള്ളത്. വിഷമമുണ്ട്. പോകുന്നില്ല ആള്. ആ ഫോട്ടോ കണ്ട ആരാ ഷഹാന സുന്ദരിയല്ല എന്ന് പറയാം? ഷഹാനക്ക്